CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡിന് ഇരുവശവുമുള്ള നടപ്പാതകൾ കയ്യേറി ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് കോന്നിയിൽ നടപ്പാതകൾ കയറി ഫ്ലെക്സുകൾ സ്ഥാപിച്ചത്. ഈ മാസം 28 മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ജില്ലാ സമ്മേളനം. പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിന്റെ ദൃശ്യങ്ങൾ. ഈ വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ വരുന്ന അരമണിക്കൂറിൽ. നമുക്കൊപ്പം അതിഥിയായി ഇടത് സഹയാത്രികരായ റെജി ലൂക്കോസും അതോടൊപ്പം തന്നെ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. സുരേഷ് കുമാറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, നമ്മുടെ നാട്ടിലെ നീതി നിയമ സംവിധാനങ്ങളൊന്നും CPM എന്ന പാർട്ടിക്ക് ബാധകമല്ലേ? CPM എന്ന പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ നിയമ സംഹിതയും കോടതി വിധികളെല്ലാം അനുസരിക്കുന്നത്. യാതൊരു തർക്കമില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെയും ഫ്ലെക്സ് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റത്തുള്ളൂ. പത്തനംതിട്ടയിൽ നിങ്ങളുടെ റിപ്പോർട്ടർ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ഒരടിയോ 1.5 അടിയോ തള്ളി നിൽക്കുന്നു എന്ന് പറയുന്ന ഈ വാർത്ത വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തെ പൊതു രാഷ്ട്രീയ രംഗത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കെല്ലാം സ്വാഭാവികമായും വിഷമം വരുന്നൊരു സംഭവമാണ്. കാരണം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു, ഇത് അവിടുത്തെ കടക്കാരുടെ അനുമതിയോടുകൂടിയാണ് വെച്ചിരിക്കുന്നത്. അനുമതി കൊടുക്കുമായിരിക്കും, അതുകൊണ്ട് കാര്യമുണ്ട്. കടക്കാർ അനുമതി കൊടുത്താൽ മതി. ഇപ്പോൾ ഈ സ്വാഭാവികമായും ഇതിന്റെ ഒരു ചുമതല തദ്ദേശ വകുപ്പിലാണ്. അവിടെ ജില്ലാ പഞ്ചായത്ത് ഈ കൊടികൾ ഇതൊക്കെ എടുത്ത് ഫ്ലെക്സ് ഒക്കെ മാറ്റി, പക്ഷെ രാത്രി വീണ്ടും കൊണ്ടുവയ്ക്കുകയാണ്. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഫ്ലെക്സ് എന്ന് പറയുന്നത് കെമിക്കൽ വസ്തു അല്ല, തുണികളിലാണ്. ഫ്ലെക്സ് പോലെ തോന്നിക്കും. ഞാൻ അവിടെ വിളിച്ച് 1-2 പേരോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത്. അത് നിയമവിരുദ്ധമായ പ്രവൃത്തി എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അതിന്റെ അധികൃതർ നടപടി സ്വീകരിക്കട്ടെ. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഇപ്പൊ എന്നോടൊപ്പം പങ്കെടുക്കുന്ന DCC വൈസ് പ്രസിഡന്റ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരായാലും പ്രവർത്തകരായാലും പാർട്ടിയുടെ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ ജനങ്ങളോട് ഒത്തുനിന്ന് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് നടത്തുന്ന വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ചെറുതും വലുതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമ്മേളനങ്ങളിൽ അത് അറിയിച്ചുകൊണ്ടുള്ള ഇതൊരു ആഘോഷമാണ്. ശരിക്കും പറയുന്നത് ജനകീയ ആഘോഷമാണ് പാർട്ടിയുടെ സമ്മേളനം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അതിനൊരു കുഴപ്പവുമില്ല. പക്ഷേ ജനങ്ങളുടെ ജീവൻ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കിയിട്ട് വേണം ആഘോഷിക്കാൻ. ആളുകൾക്ക് അവർക്ക് നടപ്പാതകൾ കയ്യേറിയിട്ട് വേണം ആഘോഷിക്കാൻ, അല്ലാതെ നിങ്ങൾക്ക് ആഘോഷിച്ചൂടെ? അല്ല, അതിന് ഉദാഹരണം പറയാം. വഞ്ചിയൂർ റോഡിന്റെ സൈഡിലേക്ക് ഇറക്കി വേദി കിട്ടിയതിനെ കുറിച്ച് വിമർശനങ്ങളുണ്ടായി. കോടതി അത് വളരെ ശക്തമായ ഇടപെട്ടു. ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പിന്നെ അത് തെറ്റായി പോയി എന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അത് തിരുത്താൻ ശ്രമിച്ചതും തെറ്റായെന്ന് പിന്നെ പരസ്യമായിട്ട് സമ്മതിക്കുകയും ചെയ്തൊരു പാർട്ടിയുടെ CPM ഒരിക്കലും ഈ കാര്യത്തിൽ ബലം പിടിക്കത്തില്ല. സ്വാഭാവികമായി ഉണ്ടാകുന്ന ജനകീയപരമായ അടിത്തറയുള്ള പാർട്ടികൾ ഇതുപോലെ തന്നെ ജനങ്ങളെ കൂട്ടിച്ചേർത്ത് നടക്കുന്ന ഏത് പരിപാടിക്കും റോഡ് ബ്ലോക്ക് ആവും, സമരങ്ങളിലൂടെ റോഡ് ബ്ലോക്ക് ആവും, ചിലപ്പോൾ ഈ സമ്മേളനത്തിലൊക്കെ അല്പം ബ്ലോക്ക് ആവും. അതൊക്കെ നമ്മുടെ നാടിന്റെ പ്രത്യേകത. നമുക്ക് ഒറ്റയടിക്ക് യൂറോപ്പ് ആകാൻ പറ്റിയല്ലോ. യൂറോപ്യൻ കൾച്ചർ കേരളത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അവിടെ അതിനൊന്നും ഇടം കൊടുക്കാതെ പത്തനംതിട്ടയിൽ റോഡ് ബ്ലോക്ക് ആകുകയോ അങ്ങനെയൊന്നും കൊടുക്കാതെ കുറച്ച് കൊടികൾ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിനെ ഇത്ര ഭീകരമായ രീതിയിൽ വർണ്ണിച്ച് വലിയ വാർത്താ പ്രാധാന്യം കൊടുത്ത് ഈ പാർട്ടി ഇതുപോലെ വേട്ടയാടണം എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വേട്ടയാടപ്പെട്ട ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് കോൺഗ്രസ് ആയാലും മറ്റു രാഷ്ട്രീയ കക്ഷികളായാലും അവരുടെ സമ്മേളനങ്ങളൊക്കെ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സുരേഷ് കുമാർ, ഇപ്പം റെജി ലൂക്കോസ് പറയുന്ന ഒരു കാര്യം, ഇത് CPM മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. പാർട്ടി സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ പൊതുപരിപാടികൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാകും. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വാർത്ത അത് CPM മാത്രമല്ല കോൺഗ്രസിനും BJPക്കും ഒക്കെ ബാധകമാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണോ? ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സമ്മേളനങ്ങളും അവരുടെ മീറ്റിങ്ങുകളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് ബോർഡുകളും അല്ലെങ്കിൽ നിയമപരമായുള്ള ബോർഡുകളുമൊക്കെ സ്ഥാപിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം നാളെ ആയാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികളൊക്കെ നടത്താം. ഇവിടെ അതല്ല വിഷയം. ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വഞ്ചിയൂരിലുണ്ടായ സംഭവത്തെ തുടർന്ന് രൂക്ഷമായ പരാമർശമാണ് CPMനെതിരെ നടന്നത്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, പ്രവർത്തന സ്വാതന്ത്ര്യം. സാധാരണക്കാരായ ജനങ്ങൾ അവർ നിരവധി രാഷ്ട്രീയ പാർട്ടികളിലും അല്ലെങ്കിൽ രാഷ്ട്രീയ അനുഭാവികളൊക്കെ ആയിരിക്കാം. പക്ഷേ അവർക്ക് നിരത്തിൽ കൂടി നടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ ഓരോ കടകളുടെ മുമ്പിലും സ്ഥാപിച്ച് അവർക്ക് റോഡിൽ കൂടി നടന്നു പോകേണ്ട അവസ്ഥ, നിരത്തിൽ അവർക്ക് പോകേണ്ട സ്ഥലത്തിൽ കൂടി പോകാൻ കഴിയാതെ വാഹനങ്ങൾ വരുന്ന സ്ഥലത്ത് കൂടി പോകേണ്ട ഒരു അവസ്ഥ, അതാണ് കോന്നിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാകും. ഏത് സമയത്തും ഈ ബോർഡുകൾ താഴെ വീണ് ആളുകൾക്ക് അപകടമുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ്.
അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ റെജി ലൂക്കോസ് പറയുന്നത് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് ചെയ്യും അല്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ, ഈ അപകടങ്ങളും മറ്റുള്ള സംഭവങ്ങളും ഒക്കെ കണ്ടതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിധിയുടെ പ്രഖ്യാപനം വന്നതിന് ശേഷമെങ്കിലും മാന്യമായ രീതി, അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കടകളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ചു എന്നാണ് പറയുന്നത്. കടകളുടെ മുമ്പിൽ വെക്കാൻ ഈ കടക്കാർക്ക് എന്താണ് അവകാശം? അവരുടെ കടയുടെ മുമ്പിലോട്ട് വാഹനങ്ങൾ തടസ്സമില്ലാതെ അവരുടെ വാതിലിൻ്റെ അടച്ചോ എല്ലാം വെക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ അങ്ങനെയല്ല, ഇത് നേരെ പാതയോരത്തോട്ട് വെക്കുകയാണ്. ആ പാതയോരത്തോട്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ ജനങ്ങളും പറയുന്നത്. അതിനെ എതിർക്കപ്പെടണമെന്നാണ് പറയുന്നത്. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഇപ്പം താങ്കൾ പലരോടും അവിടെ വിളിച്ച് അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ഇപ്പം നോക്കുമ്പം ഇത് പുനലൂർ മൂവാറ്റുപുഴ പ്രധാന പാതയാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് കൂടലിലൊക്കെ എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രധാന പാതയിൽ ആളുകളുടെ ജനസഞ്ചാരം തടസ്സപ്പെടുത്തിക്കൊണ്ടൊക്കെ അതല്ലാതെ ചെയ്തുകൂടെ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലേ? അല്ല, തീർച്ചയായിട്ടും അതിനോട് ഞാൻ ചോദിക്കുന്ന ആളാണ്. മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വിലക്കിക്കൊണ്ട് ഒരു പാർട്ടി ഏത് സംഘടനയായാലും അവിടെ പരസ്യങ്ങളോ ഫ്ലെക്സ് ബോർഡുകളോ വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ അന്വേഷിച്ചിട്ട് തന്നെ ചർച്ചയിലിരിക്കുന്നത്. അത് തന്നെ ആ പ്രദേശങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എത്ര പ്രാവശ്യം യാത്ര ചെയ്യുന്നതാണ്. അവിടെ അങ്ങനെയുള്ള തടസ്സകരമായ രീതിയിൽ ഒരു സാധനം അവിടെ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാന്ന് ബാക്കി വ്യാഖ്യാനിച്ചാലും ഇപ്പൊ പരസ്യത്തിന്റെ രീതിയിലോ അല്ലെങ്കിൽ പബ്ലിസിറ്റിയുടെ പേരിലോ വരുന്ന ഇത്തരം കാര്യങ്ങളെ എങ്ങനെയുള്ളത് വ്യാഖ്യാനിക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദരവോടെ നമ്മളെ മാനിക്കുന്ന നമ്മുടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പിന്നെ നടപ്പാതകൾ അല്ലെങ്കിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് ചെയ്യുന്നതെല്ലാം അഴിച്ചു മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ആദരവോടെ കാണുന്നത്. ഞാൻ അഴിച്ചു മാറ്റി ജില്ലാ പഞ്ചായത്ത്, കാരണം ഇത് 19-ാം തീയതി ഈ ഇതൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 20-ാം തീയതി മുതൽ അഴിച്ചു മാറ്റാൻ ശ്രമിക്കും. പക്ഷേ രാത്രിക്ക് രാത്രി വീണ്ടും സ്ഥാപിക്കുകയാണ്. ഒരു കാരണം ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരിക ഒരു പക്ഷേ തദ്ദേശ വകുപ്പ് സെക്രട്ടറിയൊക്കെയാണ്. അവരത് ചെയ്യുന്നുണ്ട്, അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ രാത്രി വീണ്ടും വന്ന് സ്ഥാപിക്കുകയാന്നേ. അല്ല, അത് എനിക്ക് മനസ്സിലായിരുന്നു. നിങ്ങളാ പറഞ്ഞ ആദ്യം തന്നെ മനസ്സിലായി. അവിടെ രണ്ടാമത് വെച്ചത് പൊതുജനത്തിനോ ആർക്കെങ്കിലും ശല്യം ചെയ്യുന്നതല്ല എന്നുള്ളവരും വ്യക്തമായ സൂചനയുണ്ട്. പിന്നെ കണ്ടുപിടിക്കാനാണെങ്കിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാം. ഇപ്പൊ നാളെ കോൺഗ്രസിന്റെ പരിപാടി നടക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു പബ്ലിസിറ്റി, ഒരു നോട്ടീസ് പോലും അടിക്കാതെ നടത്താൻ പറ്റും. എനിക്കറിയത്തില്ല ഇതിനെ വിമർശിക്കുന്നവരാരെങ്കിലും പറയുന്നത്. ഇവിടെ കേരളത്തിലൊരു നിയമം, മറ്റു സംസ്ഥാനങ്ങൾക്ക് 2 നിയമം എന്നൊക്കെ പറയുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് ഇറക്കാൻ ഫ്ലെക്സ് എന്ന കാരണം വണ്ടി ഓടിക്കാൻ പോലും പറ്റത്തില്ല. അതൊന്നും കേരളത്തിൽ ചെയ്യാൻ പാടില്ല. അത് ഞാനും അംഗീകരിക്കുന്ന ഒരാളാണ്. നമുക്കൊരു പുത്തൻ സംസ്കാരം ഉണ്ടാകണം. ആ സംശയ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി, ഞാനൊക്കെ യാത്ര ചെയ്യുന്നതാണ്, അവിടെ ഒന്നും ഇങ്ങനത്തെ യാതൊരു സാധനവും ഇല്ല. അപ്പൊ അത് കേരളത്തിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറയാൻ അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ ജനങ്ങളുമായിട്ട് ഇടപഴകി ജനങ്ങളെ ഒത്തൊരുമിച്ച് ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചിലപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ അറിയിക്കുന്നത് ഇതൊരു ഉത്സവമാണ്. ഇപ്പൊ എന്നോടൊപ്പം ചർച്ച ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട DCC വൈസ് പ്രസിഡന്റ് നിഷേധിക്കാൻ പറ്റുമോ അവരുടെ ഒരു സമ്മേളനമൊക്കെ? അതിനൊക്കെ ഒരു ജനാധിപത്യത്തിന്റെ ഉത്സവമായിട്ട് മാത്രമേ കാണാൻ പറ്റും. ജനങ്ങളതിൽ പങ്കെടുക്കുന്നത് അവർക്ക് താല്പര്യത്തോടുകൂടി, ആരും അടിച്ചേൽപ്പിക്കുന്നില്ല. അപ്പൊ അതിന്റെ പീക്കിലെത്തിയിരിക്കുന്ന സമയം കൂടിയാണ്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ദേശീയപാതയാണ്, ശബരിമല സീസൺ ഒരു ഭാഗത്ത്, തുടർച്ചയായി അപകടങ്ങൾ നടന്നൊരു ബ്ലൈൻഡ് സ്പോട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന മേഖല. ഇത്രയധികം പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് ശ്രീ റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിന്റെ പിന്നെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വിലക്കുന്നതിനോട് യോജിക്കുന്ന ഒരാളല്ല. ഞങ്ങളെ കഴിഞ്ഞ പിന്നെ സംസ്ഥാന സഭയുടെ എറണാകുളത്തായിരുന്നു മെറൈൻ ഡ്രൈവില്. അതൊരു മാതൃകയായിരുന്നു. അവിടെ നിങ്ങൾ എറണാകുളത്തോട്ട് പോയാൽ അത് എത്ര അവസാനം കോടതി പോലും സഹായിച്ചു. കോടതി ആദ്യം ചില ഓർഡറുകൾ ഇട്ടു, അത് CPM-നെ കുറിച്ച് മാത്രമല്ല. പക്ഷെ അത് വളരെ മാതൃകാപരമായിട്ട് നടത്തിയ നിങ്ങളെ എറണാകുളത്തെ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ അറിയാം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് ഒരു മോശമായ രീതിയിലൊരു പ്ലക്കാർഡോ അല്ലെങ്കിൽ ഫ്ലെക്സുകളൊന്നും വെക്കാതെ. ഞാൻ ആ സമ്മേളനം പോയി കാണാൻ പോയാണ്, ഞാൻ പ്രതിനിധിയല്ലായിരുന്നു. അപ്പൊ അതൊക്കെ CPM മാനിക്കും. എല്ലാ രാഷ്ട്രീയ കക്ഷികളും മാനിക്കണം. ഇപ്പൊ കോൺഗ്രസ് ആയാലും BJP അല്ലാതെ ഒത്തൊരുമിച്ചോട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലീൻ പിന്നെ സ്റ്റേറ്റ് ആക്കി മാറ്റാൻ പറ്റും. പെട്ടെന്നൊന്നും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അങ്ങനത്തെ ഒരു കൾച്ചറല്ല നമ്മുടെ സംസ്ഥാനത്ത്. നമ്മുടെ ജനങ്ങള് പുറത്തിറങ്ങി ആഘോഷിക്കും. സമരം നടക്കുകയാണെങ്കിൽ ആരും ഒന്ന് ആലോചിക്കുക. കേരളത്തില് തെരുവുകൾ മുഴുവൻ സ്തംഭിക്കുമല്ലേ? നിങ്ങളിരിക്കുന്ന ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റ് മുമ്പിൽ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് എത്രയോ സമരങ്ങള്, എത്രയോ പിന്നെ ലാത്തിച്ചാർജും അതുപോലെ തന്നെ മറ്റു ജലപീരങ്കിയൊക്കെ പ്രയോഗിക്കേണ്ട വന്നു. അപ്പൊ അവിടെ സ്ഥിരമായിട്ട് തടയപ്പെടുന്നില്ലേ മനുഷ്യന്റെ എന്നോർത്തോണ്ട് ഇത്തരം സമരങ്ങളെ നമുക്ക് നിഷേധിക്കാൻ പറ്റൂ. കാരണം ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടമാകുമ്പോൾ ചിലപ്പോൾ ഇത്തരം സുരേഷ് കുമാർ, ഇപ്പൊ താങ്കൾക്ക് ഒരു പക്ഷേ ഈ സ്ഥലം എന്നെക്കാൾ നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ്. അത് ഈ മേഖലയിൽ താങ്കൾ പോകാറുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഈ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ, കൊടിതോരണങ്ങളൊക്കെ ജനസഞ്ചാരത്തിന് പ്രതിബന്ധമാകുന്നുണ്ടോ?
ജനസഞ്ചാരത്തിന് പ്രതിബന്ധമായതുകൊണ്ടാണല്ലോ ഇത്തരം ഒരു ചർച്ച നടത്തേണ്ടതായിട്ട് വന്നത്. ജനസഞ്ചാരത്തിന് പ്രതിബന്ധമാവുന്നില്ലായിരുന്നെങ്കിൽ ഈ ചർച്ച നടത്തേണ്ട അവസ്ഥ ഉണ്ടാവുകയില്ലായിരുന്നല്ലോ. കടയുടമകളുടെ മാത്രം അനുമതി വാങ്ങിയാൽ മതി, പ്രശ്നം തീരുമോ? അല്ല, ഞാനത് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. കടയുടമകൾക്ക് എന്താണ് അനുമതി കൊടുക്കാൻ അവർക്ക് എന്താണ് നിയമപരമായ അവർക്ക് അധികാരം എന്താണ്? അധികാരമുള്ളത് ഒന്നെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ പോലീസ്, അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെക്കാനുള്ള അനുമതി കൊടുക്കാനുള്ള അധികാരം. അല്ലെ കടയുടമകൾക്കല്ല. കടയുടമകൾക്ക് അവരുടെ കട നടത്തിയിട്ട് പോകാം എന്നല്ലാതെ ഫ്ലെക്സ് ബോർഡ് എൻ്റെ കടയുടെ മുമ്പിൽ കൊണ്ടുവെക്കാം എന്നവർക്ക് എങ്ങനെ അധികാരം കൊടുക്കുന്നത്? അതൊക്കെ ശ്രീ റെജി ലൂക്കോസ് വെറുതെ പറയുന്നത്. ഇത് മാത്രമല്ല, കോടതി വിധികളെ ഇത്രയധികം ധിക്കരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി CPM അല്ലാതെ ഏതെങ്കിലും പാർട്ടി ഉണ്ടോ? ബഹുമാനപ്പെട്ട കോടതിയെ, ഹൈക്കോടതി ജഡ്ജിയെ പോലും ശുംഭൻ എന്ന് വിളിച്ച രാഷ്ട്രീയ നേതാക്കന്മാരാണ് CPM-ലുള്ളത്. അവർക്ക് കോടതി എന്താണ്, വിധി എന്താണ്, അല്ലെങ്കിൽ പോലീസ് എന്താണ്? ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാവം പിടിച്ച തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് ഇത്തരത്തിലുള്ള CPM കാണിക്കുന്ന ഈ ധാർഷ്ട്യം അത് കണ്ടുകൊണ്ട് അവരെ ഇരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. പല സ്ഥലങ്ങളിലും ബോർഡുകൾ മാറ്റാൻ പോയി കഴിഞ്ഞാൽ CPM-ന്റെ അല്ലെങ്കിൽ DYFIയുടെ ഗുണ്ടകൾ വന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്ത് ചെയ്യാൻ സാധിക്കും? പോലീസിനോട് കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? പോലീസിനോട് കോടതി പറഞ്ഞിരിക്കുന്നത് അനധികൃതമായ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചാൽ അപ്പോൾ തന്നെ FIR ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഇടാൻ അവർക്ക് സാധിക്കുമോ? കാരണം അവർ മുകളിൽ നിന്നുള്ള CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിയുടെയോ അവരുടെ ഉത്തരവനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കോടതി ഇത്തരത്തിലുള്ള വിധികൾ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് ഒരു പൊതുയോഗം അല്ലെങ്കിൽ ഒരു പൊതുസമ്മേളനം നടത്തുമ്പോൾ ഇതുപോലെ തന്നെയല്ലേ എന്ന് ഇപ്പൊ നിങ്ങളൊരു ഇതേ സ്ഥാനത്ത് നമുക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ BJP ആണോ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഈ കൊടിതോരണങ്ങൾ, ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് BJP അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ എന്ന് വിചാരിക്കുക. ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എടുത്തു മാറ്റുന്ന ഒരു ദിവസം രാത്രി നിങ്ങൾക്ക് വീണ്ടും സ്ഥാപിക്കാൻ പറ്റുമോ? കോടതി വിധികളെ CPM ആയാലും കോൺഗ്രസ് ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും അവരത് കോടതി വിധികളെ അംഗീകരിക്കണം. ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ അത് പലപ്പോഴും പല സ്ഥലങ്ങളിലും സാധിക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കോടതി വിധികളെ അല്പമെങ്കിലും നമ്മൾ ബഹുമാനിക്കണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അദ്ദേഹം കോടതി വിധികളെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കോടതി വിധികളെ ഒരിക്കലും അംഗീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. തങ്ങൾക്കെതിരായ വിധി എതിരാണെങ്കിൽ, തങ്ങൾക്ക് എതിരായ ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ജഡ്ജിമാരെയോ നാട് കടത്തുന്നതിന് പോവുകയും അതുപോലെ തന്നെ പുഴയിൽ ഒഴുക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രതീകാത്മകമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന പാർട്ടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ഉന്നതനായ നേതാവാണ് പറഞ്ഞത് ജഡ്ജി ശുംഭനാണെന്ന് പറഞ്ഞത്. എന്നിട്ട് അവസാനം പ്രകാശം പരത്തുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പം കോടതി വിധി അംഗീകരിക്കേണ്ട കാര്യമൊന്നും അവർ പറഞ്ഞതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഘടനകളും ഒക്കെ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തുമ്പോൾ കുറച്ചുകൂടിയൊക്കെ മാന്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും കൂടി യോജിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കോടതികളെ അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പം തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശബരിമല സീസണാണ്. ആയിരക്കണക്കിന് വാഹനങ്ങളും ജനങ്ങളും പോകുന്ന ഒരു റോഡാണ്. അവിടെ അപകടകരമായ രീതിയിൽ ഇത്തരത്തിലുള്ള സമ്മേളനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് മാതൃഭൂമിയുടെ ചാനൽ ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സത്യസന്ധമല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കോടതി വിധി അംഗീകരിക്കുന്ന ഒരു പ്രവർത്തനം കൂടി ചെയ്യുവാൻ CPM തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, ഇപ്പൊ വഞ്ചൂരിലെ വിഷയം നമ്മൾ തന്നെ കുറെ തവണ സംസാരിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അവസാനം പാർട്ടി സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും ഒക്കെ ഒരു പിഴവ് പറ്റിയെന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ പത്തനംതിട്ടയിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോൾ കോടതി വിധിക്ക് പാർട്ടി എന്ത് വില കൽപ്പിക്കുന്നുവെന്ന് ഒരു ചോദ്യം അവശേഷിക്കുന്നില്ലേ? ഈ വിഷയം കോടതിയിലേക്ക് പോയാൽ ഇപ്പൊ നേരത്തെ ശ്രീ റെജി ലൂക്കോസ് തന്നെ ചൂണ്ടിക്കാണിച്ചു, എറണാകുളത്ത് മാതൃകാപരമായ രീതിയിൽ സമ്മേളനം നടത്തി. അപ്പോൾ ചെയ്യാൻ കഴിഞ്ഞാഞ്ഞിട്ടല്ല, വേണ്ട എന്ന് വെച്ചിട്ടല്ലേ? അല്ല, ഇവിടെ അനുവാദം കൊടുക്കാനായിട്ട് കടക്കാർക്കാരനെ അധികം അനുവാദം ഒരു കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ് മൂക്കത്ത് വരൽ വെച്ച് കഴിഞ്ഞാൽ. കാരണം കടക്കാരുടെ അനുമതി എവിടെയല്ല, കടക്കാരെക്കാരെ എത്രയോ ഉന്നതങ്ങളിലാണ് കോടതി ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഈ കോൺഗ്രസ്സുകാർക്ക് തട്ടിവിടാൻ പറ്റും. കടക്കാരോട് പറഞ്ഞിട്ടാണ് ആ കൊടി അവിടെ വെച്ചത് എന്ന് ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി പറഞ്ഞാല് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ ഈ കോൺഗ്രസ്സുകാർക്കേ പറ്റുന്നുള്ളൂ. കോവിഡ് കാലത്ത് കേരളത്തിലെ ജനങ്ങളെ ഭീതിപ്പെടുത്തി കേരളത്തിന് തെരുവിൽ അണിഞ്ഞാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം. അവർക്ക് സമ്മേളനങ്ങൾ നടക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. അവർക്ക് ഒരു സംസാര സമ്മേളനം നടന്നിട്ട് 35 കൊല്ലമായി.
ആ പാർട്ടിക്ക് പിന്നെ കൊടിയുടെയും തോരണത്തിന്റെ ഒന്നും ആവശ്യമില്ല, തെരുവിലിറങ്ങി ഗുണ്ടായിസം കാണിച്ചാൽ മതി. അങ്ങനെയുള്ളവരെ ഈ കോടതി വിധിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ജനകീയ ജനാധിപത്യത്തിൽ എന്തെങ്കിലും തെല്ലു വിശ്വാസമുണ്ട്? ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവര് തെരുവിൽ അണിഞ്ഞാടുന്നത് ഇതിനേക്കാളും വലിയ എന്താ പറയാ മോശമായ പ്രവൃത്തിയല്ല. ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ അടുത്തുകൊണ്ട് യാതൊരു മടിയില്ലാതുകൊണ്ട് അതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടം തോന്നുന്നു. അതായത് ഇവർ ഒരിക്കലും നന്നാകത്തില്ല. ഇവരുടെ അണികളോട് ചോദിച്ചു, നാളെ മുതൽ കൊടിയെടുക്കാൻ പാടില്ല. ഞാൻ കേട്ടെ കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പിൽ ഇവർ ഫ്ലെക്സ് വെച്ചിട്ടില്ലേ, ഇവർ ബോർഡ് വെച്ചിട്ടില്ലേ? പാലക്കാട് ഞാൻ പോയാളാ, ഇവരുടെ ബോർഡും ഫ്ലെക്സും കൊണ്ട് അവിടെ ഒരു സൈക്കിൾ ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയാ. പിന്നെ വയനാട്ടിൽ അപ്പം ഫ്ലെക്സും ഇതൊക്കെ വെച്ചാ സൈക്കിൾ ഓടിക്കാൻ പറ്റില്ലെന്നറിയാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോടതി വിധിയെ മാനിക്കുക എന്നുള്ളത് നിയമവ്യവസ്ഥയെ മാനിക്കുന്ന ഏതൊരു പൗരന്റെയും ഉത്തരവാദിത്വവും കടമയാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആരാണെങ്കിലും അത് കോടതി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് മുകളിൽ വെക്കുമായിരിക്കും. അത് ആ സ്ഥാപനത്തിന്റെ അനുമതിയോടുകൂടി മുകളിലാണ് വെക്കുന്നത്, അല്ലാതെ റോഡ് സൈഡിലോട്ട് ഇറക്കിയല്ല വെക്കുന്നത്. അങ്ങനെ വെച്ചതായിട്ട് എനിക്കറിയില്ല. അവിടെ കുറെ കൊടികൾ ഉയർത്തിയതിനെ മാരകമായ രീതിയിലുള്ള കോടതി വിധി ആക്ഷേപിക്കില്ല, അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തതിനെ ഞാൻ ചോദ്യം ചെയ്തില്ല. ബഹുമാനപ്പെട്ട കോടതി എന്നും ആദരവോട് മാത്രമേ ഉള്ളൂ ഞങ്ങളെ കാണാം. ഞങ്ങളുടെ പാർട്ടി അത് തന്നെ തെറ്റ് പറ്റിയത് ഏറ്റു പറഞ്ഞൊരു പാർട്ടിയല്ലേ. മഞ്ജൂരിലെ വിഷയം നമ്മൾ എത്ര തവണ അതുമായിട്ട് ചർച്ചയിൽ ഇരുന്നിട്ടുണ്ട്, ഏറ്റു പറഞ്ഞു. 18 പേരെ ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യം താങ്കൾ ഇങ്ങോട്ട് പറയുകയാണ്. ഈ വഞ്ചൂരിലെ വിഷയം നമ്മൾ മാത്രമല്ല എല്ലാവരും സംസാരിച്ചു, കോടതി അതിലൊരു തീരുമാനം പറയുന്നു, അവസാനം തെറ്റു പറ്റിയെന്ന് പാർട്ടിക്ക് പറയേണ്ടി വരുന്നു. ഇതാ തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിലും സെയിം സിറ്റുവേഷൻ, ഒരു മാറ്റവുമില്ല. തിരുവനന്തപുരത്ത് പത്തനംതിട്ടയായിട്ട് ഒരു പൊരുത്തമില്ലാത്ത രീതിയിലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പത്തനംതിട്ട ആര്യെന്ന് പോയി നോക്കുക. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ ഒരു ഇഞ്ച് പുറത്തേക്ക് വന്നപ്പോഴേക്കും അത് റോഡിലേക്ക് തള്ളിയെന്ന് പറഞ്ഞ് ഗവേഷണം നടത്തിയ പോലെ ഒന്നും അല്ല വസ്തുതകളെന്ന് പറയുന്നത്. അവിടെ കോടതി വിധിയെ അവമാനിച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ എടുത്ത് മാറ്റണം. എന്തെങ്കിലും തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥർ അത് അവിടെ നിന്ന് മാറ്റണമെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകില്ലേ? ഗവേഷണം നടത്തിയിട്ടായിരിക്കോ? അല്ലെ, ഏതെങ്കിലും പ്രവർത്തകര് ഈ കോടതി വിധിയെ മാകരുടെ വിധി അറിയാതെ കണ്ട് റോഡിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും മാറ്റാൻ പറഞ്ഞത്. അത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്, അവര് തന്നെ മാറ്റിയിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു പാർട്ടിയുടെ തലയ്ക്ക് വെച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് അവിടുന്ന് മാറ്റണം. അക്കാര്യത്തിൽ ഞാൻ ആ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അത് മാറ്റണം, ഒരു സംശയമില്ല. ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി പറയുന്നത് ഞാനിങ്ങനെ ആവർത്തിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാതെ കടക്കാർ ജുഡീഷ്യറി ഒന്നുമല്ല. അതിപ്പം ഈ വൈസ് പ്രസിഡന്റ് പ്രത്യേകിച്ച് പറയുന്ന കാര്യം ഇതൊക്കെ പത്തനംതിട്ടക്കാർ കേൾക്കുന്നതല്ലേ, പത്തനംതിട്ട ജനങ്ങൾ കോൺഗ്രസ്സുകാരും പ്രവർത്തകർ കേൾക്കുന്നതല്ലേ. ഇപ്പൊ ലീഗിന്റെ കൊടിയെടുത്ത് ഉയർത്താൻ പാടില്ല എന്ന് ഇവർ വിലക്കുപോലെയാണോ ഇവരുടെ പാർട്ടിയുടെ കൊടി ഉയർത്തുന്നത്? ഇവർക്ക് കൊടിയില്ലാണ്ട് അത് ഏത് സിറ്റുവേഷനാണ്? ശരി, എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. കോൺഗ്രസിന് കൊടിയുണ്ടെന്നും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ താങ്കളെക്കാട്ടിൽ ഇവർക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന് ഈ പദ്ധതികളും എല്ലാം ഉള്ളതാണ്. അതൊന്നും അല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം നിങ്ങൾ കോടതി വിധികളെ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തനി ഗുണ്ടായിസമാണ്. വഞ്ചൂരിൽ നിങ്ങൾ പറഞ്ഞു ഈ പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. അവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കാർക്കും ഇത്ര വെളിവില്ലാത്ത ആളുകളാണോ? റോഡിൻ്റെ നടുക്ക് കൊണ്ട് സ്റ്റേജ് കെട്ടിയിട്ട് ആ സ്റ്റേജ് വിമർശനങ്ങൾ വരുമ്പോൾ അത് അഴിച്ചു മാറ്റാം എന്ന് പറയുന്നത്, അപ്പം അത്രയ്ക്ക് ബോധമില്ലാത്ത ആളുകളാണോ CPM നേതാക്കന്മാർ? റോഡിന്റെ നടുക്കാണോ സ്റ്റേജ് കെട്ടേണ്ടത്? ഞങ്ങളെ ഗുണ്ടകളത്തിലുള്ള കാര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഗുണ്ടായിസം കൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. താങ്കൾ എന്തൊക്കെയാണ് പറയുന്നത്? ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ കുറച്ച് നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നത്. നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ ഗുണ്ടായിസം നടന്നുകൊണ്ടിരിക്കുന്ന ഗുണ്ടായിസം ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ പറയാം, പത്തനംതിട്ടയിൽ CPMന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുണ്ടായിസം ഞങ്ങൾക്ക് അറിയാം. 18 ബാങ്കുകളാണ് നിങ്ങൾ പിടിച്ചെടുത്തത്. 18 ബാങ്കുകൾ, സർവീസ് സഹകരണ ബാങ്കുകൾ. ആ സർവീസ് സഹകരണ ബാങ്കുകൾ നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചെടുത്തത്? ഗുണ്ടായിസം കാണിച്ചിട്ട് നിങ്ങൾ പിടിച്ചെടുത്തത്. അതുകൊണ്ടാണ് ഗുണ്ടായിസം എന്ന് പറഞ്ഞത്. 18 ബാങ്കുകൾ നിങ്ങൾ പിടിച്ചെടുത്തത്. അതോടൊപ്പം തന്നെ നാട്ടിലുള്ള മുഴുവൻ ക്രിമിനലുകളെ ഇപ്പം മനസ്സിലാക്കുന്നത് അടുത്ത 2 ദിവസം കഴിയുമ്പോൾ കുറെ ക്രിമിനലുകൾ കൂടി CPMലേക്ക് ചേരാൻ പോകുന്നതാണെന്ന് അറിയുന്നത്. അപ്പൊ ക്രിമിനലുകളെ ചേർക്കുകയും ഗുണ്ടായിസം കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങൾ കൊടിയും വെക്കും, തോരണവും വെക്കും, ഫ്ലെക്സ് ബോർഡും വെക്കും, എന്നിട്ട് പറയും ഞങ്ങൾ നിയമം അനുസരിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലേ? അവിടെ ജനങ്ങളെ ഞങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ ജനത്തിന് ഇഷ്ടമല്ല, നിങ്ങൾക്ക് സ്ഥായിയായ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പാർലമെന്റ് ഇലക്ഷൻ നമ്മൾ കണ്ടല്ലോ. ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടല്ലോ. ഇവിടെ പത്തനംതിട്ടയിൽ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടല്ലോ. ജനങ്ങൾ നിങ്ങളെയാണ് ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഇത് കോടതി കൃത്യമായ നിർദ്ദേശം
പലതവണയായി പല കുറിയായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ ഒരു വിഷയമാണ്. അത്രയും അധികം ശബരിമല സീസണാണ്. ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട ദേശീയപാതയുടെ പ്രധാന പുനലൂർ മൂവാറ്റുപുഴ പാതയാണ്. ഇടയ്ക്കിടെ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അവിടെ ജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അപഹരിച്ചുകൊണ്ട് വേണമോ നിങ്ങളുടെ ഈ കൊടിത്തോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ സ്ഥാപിക്കാൻ എന്നുള്ള ചോദ്യമുണ്ട്. എടുത്തു മാറ്റിയാൽ വീണ്ടും എങ്ങനെയാണ് പാർട്ടി പ്രവർത്തകർക്ക് അത് തിരികെ സ്ഥാപിക്കാൻ കഴിയുന്നതെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. വളരെയധികം നന്ദി ശ്രീ റിജു ലൂക്കോസ്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന് സംസാരിച്ചതിന്.